ഹായ് ഹലോ എല്ലാവർക്കും എംസ കിച്ചൺ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ സൺഡേ സ്പെഷ്യലായിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്, തലശ്ശേരി ബിരിയാണി. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അതിനായി ഒരു മീഡിയം സൈസിലുള്ള 6 വലിയ ഉള്ളി, 3-4 തക്കാളി, ആവശ്യത്തിന് എരിവിന് ആവശ്യമായ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. പിന്നീട് ആവശ്യത്തിന് ചിക്കൻ. ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തത്. ആദ്യം തന്നെ നമുക്ക് അരി നന്നായി കഴുകിയെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന ഈ ഗ്ലാസ്സിന് ഒരു 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചിക്കൻ എടുത്ത് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി കുഴച്ച് അല്പസമയം വയ്ക്കാം. പിന്നീട് നമുക്ക് ഉള്ളി നല്ല നൈസാക്കി കട്ട് ചെയ്തെടുക്കാം. ബിരിയാണി വയ്ക്കാൻ ആവശ്യമായ പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് നന്നായി വറുത്തെടുക്കാം. പിന്നീട് അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഒനിയനും കൂടി ചേർത്ത് നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്യാം. ഇതേ സമയം മസാല പുരട്ടിയ ചിക്കൻ നമുക്ക് എയർ ഫ്രയറിലേക്ക് വയ്ക്കാം. ഒരു 1/2 വേവ് ഞാൻ എയർ ഫ്രയറിലും ബാക്കി 1/2 വേവ് മസാലയിലും ഇട്ടാണ് ചിക്കൻ വേവിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓയിൽ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എയർ ഫ്രയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ടേസ്റ്റിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. വളരെ നല്ലതാണ്, ഹെൽത്തിയുമാണ്. നമുക്ക് ചെറുതായിട്ട് ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റ് രൂപത്തിലാവണ്ട, ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇതിൽ കാണുന്ന പോലെ അതേ പരുവത്തിൽ. ഇതുപോലെ നമുക്ക് മല്ലിച്ചെപ്പും പുതിനയും മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കാം. ഉള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എയർ ഫ്രയറിൽ വെച്ച ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച അതേ പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, അല്പം ജീരകം ഇവയെല്ലാം ഇട്ട്, പെരിഞ്ജീരകമാണ് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അരിയും കൂടി അതിലിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അത് തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ 4 ഗ്ലാസ് വെള്ളത്തിന് അതിൻ്റെ ഇരട്ടി വെള്ളം ഉപയോഗിക്കാറില്ല, അല്പം വെള്ളം കുറയ്ക്കാറുണ്ട്. പിന്നീട് അതിലേക്ക് ലെമൺ ജ്യൂസ്, ഒരു ലെമണിൻ്റെ ജ്യൂസ്, അല്പം മല്ലിച്ചെപ്പ്, പുതിന, ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ്, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായി ചിക്കൻ എടുക്കുക. അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നീട് മല്ലിച്ചെപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചേർക്കാം. പിന്നീട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയുടെ പകുതി ഉള്ളി ഞാൻ മസാലയിലേക്ക് ചേർക്കും. പിന്നീട് 3 തക്കാളി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ഒരു 1/2 ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കാൻ. ആവശ്യത്തിന് ഉപ്പ്, അല്പം തൈര് കൂടി ചേർക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതേ സമയം നമ്മുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ പാത്രത്തിൽ തന്നെ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം ചോറിട്ട് ദമ്മ് ചെയ്തെടുക്കാം.
ആദ്യം ചോറിട്ടതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, പിന്നീട് 1 സ്പൂൺ നെയ്യ് നമുക്കതിന് മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ്, പുതിന, ചെറുതാക്കി അരിഞ്ഞ മല്ലിച്ചപ്പ്, പുതിന ഇവയെല്ലാം മേലെ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതേപോലെ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് അല്പസമയം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഡയറക്റ്റ് ഞാൻ ഗ്യാസിൽ വെക്കാറില്ല. ആദ്യം ഇതേപോലുള്ള ഒരു ചട്ടി വെച്ച് അതൊന്ന് ചെറുതായി ചൂടായതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഈ പാത്രം വയ്ക്കുന്നത്. അതിന് മുകളിൽ നല്ലൊരു വെയിറ്റുള്ള എന്തെങ്കിലും ഒന്നുകൂടി വയ്ക്കാം. എന്നിട്ട് ചെറുതായിട്ട് ആവി വരുന്നവരെ നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയുള്ള നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി അഭിപ്രായം പറയും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.